പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നോയ്സ് എയർബഡ്സിന്റെ വാറന്റി അവരുടെ ഒഫീഷ്യൽ സൈറ്റിൽ എങ്ങനെയാണ് നമുക്ക് രജിസ്റ്റർ ചെയ്യുന്നത് എന്നതിനെ പറ്റിയാണ് വീഡിയോ ചെയ്യുന്നത്. അതിനിടെ നമുക്ക് പ്രോഡക്റ്റിന്റെ കൂടെ തന്നെ ഇങ്ങനെ ഒരു കാർഡ് കിട്ടിയിട്ടുണ്ടാവും. അതിൽ മറുവശത്ത് നമുക്ക് ഇങ്ങനെ ഒരു QR കോഡ് ഉണ്ടാവും. അതിനെ സ്കാൻ ചെയ്യുക. ഫോണിൽ ഡയറക്റ്റ് സ്കാൻ ചെയ്യാൻ പറ്റാത്തവർക്ക് തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ ഉപയോഗിച്ചും സ്കാൻ ചെയ്യും. അതർവൈസ് അവരുടെ ഒഫീഷ്യൽ സൈറ്റ് ഇവിടെ തന്നെ ഇതിന്റെ കൂടെ കൊടുത്തിട്ടുണ്ട്. അത് വെച്ചിട്ട് ആ സൈറ്റ് നമുക്ക് ഗൂഗിൾ സെർച്ച് ചെയ്താലും ഈ ഒരു അവരുടെ ആ സൈറ്റിലേക്ക് കയറി പോകുന്നതാണ്. അപ്പോൾ നമുക്ക് രജിസ്റ്റർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ക്രോമിലോട്ട് അവരുടെ സൈറ്റിലേക്ക് കയറുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു പേജ് ഓപ്പൺ ആവും. അതിൽ നോയ്സിന്റെ സിമ്പിൾ കൊടുത്തിട്ട് ഒരു സൈറ്റ് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ലോഗിൻ ചെയ്യുക. അപ്പോൾ അവരുടെ ഒഫീഷ്യൽ സൈറ്റ് നമുക്കിവിടെ ഓപ്പൺ ആയിട്ട് വരും. അതിൽ മേളിൽ കാണുന്ന 3 ബാറിൽ ക്ലിക്ക് ചെയ്ത ശേഷം താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ രജിസ്റ്റർ വാറന്റി എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുക. ഇതിൽ ഇവിടെ കൊടുത്തിട്ടുള്ള ഈ ഒരു പേജിൽ കൊടുത്തിട്ടുള്ള ഡീറ്റെയിൽസ് എല്ലാം ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഫുൾ നെയിം, ഇമെയിൽ അഡ്രസ്സ്, മൊബൈൽ നമ്പർ, പിന്നെ നമ്മൾ എവിടെ നിന്നാണ് വാങ്ങിച്ചത്, ഫ്ലിപ്കാർട്ട് ആണോ ആമസോൺ ആണോ, അങ്ങനെ അത് സെലക്ട് ചെയ്യുക. പിന്നെ സെലക്ട് യുവർ പ്രോഡക്റ്റ്, അത് നമുക്ക് സെർച്ച് ചെയ്തെടുക്കാം. അങ്ങനെ ആ പ്രോഡക്റ്റ് സെലക്ട് ചെയ്യുക. ദെൻ ഓർഡർ നമ്പർ നമ്മളിപ്പോൾ ഫ്ലിപ്കാർട്ടിൽ നിന്നാണോ ആമസോണിൽ നിന്നാണോ വാങ്ങിച്ചത് അതിൽ ഇൻവോയ്സ് ഡൗൺലോഡ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് അതിൽ ഓർഡർ നമ്പർ ഉണ്ടാവും. പിന്നെ സീരിയൽ നമ്പർ കൊടുക്കണം. സീരിയൽ നമ്പർ നമ്മുടെ ഈ ഒരു ബോക്സിൽ ഇവിടെ കൊടുത്തിട്ടുണ്ടാവും. ബോക്സിൽ ഈ ഒരു ബാർ കോഡിന്റെ താഴെ കൊടുത്തിട്ടുണ്ടാവും. അതർവൈസ് ബോക്സ് എന്തെങ്കിലും കാരണവശാൽ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്രോഡക്റ്റിന്റെ തന്നെ ഈ ഒരു ഭാഗത്തായിട്ട് കൊടുത്തിട്ടുണ്ടായിരിക്കും. ഈ ഒരു ഭാഗത്തായിട്ട് അതിന്റെ സീരിയൽ നമ്പർ കൊടുത്തിട്ടുണ്ടായിരിക്കും. അത് ടൈപ്പ് ചെയ്യുക. എന്നിട്ട് രജിസ്റ്റർ നൗ എന്ന് കൊടുക്കുക. അപ്പോഴൊരു OTP വരും. OTP കൂടെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വാറന്റി അവരുടെ ഒഫീഷ്യൽ സൈറ്റിൽ രജിസ്റ്റർ ആകുന്നതായിരിക്കും. അടുത്തതായിട്ട് നമുക്കൊരു കംപ്ലൈന്റ് അവരുടെ സൈറ്റിൽ രജിസ്റ്റർ ചെയ്യാൻ എങ്ങനെ നോക്കാം. അതിനായി താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പോഴത്തേക്കും സപ്പോർട്ട് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും ഇവിടെ കുറച്ച് ഓപ്ഷൻ വരും. അതിൽ രജിസ്റ്റർ കംപ്ലൈന്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു പേജ് നമുക്ക് ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ നിന്ന് താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പോഴത്തേക്കും ഇങ്ങനെ കുറേ ഓപ്ഷൻ ഉണ്ടാവും. അതിൽ ചെക്ക് സർവീസ് സെന്റർ, രജിസ്റ്റർ ഓൺലൈൻ കംപ്ലൈന്റ്, ചെക്ക് സ്റ്റാറ്റസ് ഓഫ് ടിക്കറ്റ്, അതിൽ അങ്ങനെ 3 ഓപ്ഷൻ ഉണ്ടാവും. ചെക്ക് സർവീസ് സെന്റർ എന്ന് പറയുമ്പോൾ ആവറേജ് റെസൊല്യൂഷൻ 6 to 7 വർക്കിംഗ് ഡേയ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. കംപ്ലൈന്റിന് ഓൺലൈനാണ് രജിസ്റ്റർ ചെയ്യുന്നതെങ്കിൽ ആവറേജ് റെസൊല്യൂഷൻ ഈസ് 12 to 15 ഡേയ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് രജിസ്റ്റർ ആൻഡ് ഓൺലൈൻ കംപ്ലൈന്റ് കൊടുക്കാം. ഇവിടെ ഫുൾ നെയിം ചോദിച്ചിട്ടുണ്ട്, ഇമെയിൽ ID ചോദിച്ചിട്ടുണ്ട്, GST നമ്പർ ചോദിച്ചിട്ടുണ്ട്. അതായത് നമുക്കടുത്ത് നെക്സ്റ്റ് കൊടുക്കുമ്പോഴത്തേക്കും പ്രോഡക്റ്റ് ഇൻഫോ എന്ന് പറഞ്ഞൊരു പേജ് ഓപ്പൺ ആയി വരും. അതിൽ പ്രോഡക്റ്റ് ഗ്രൂപ്പ് നമുക്ക് സ്പീക്കർ ആണോ, വയർലെസ് സ്പീക്കർ ആണോ, ട്രൂലി വയർലെസ് ഇയർബഡ്സ്, നോയ്സ് ലാബ്, അങ്ങനെ ഓപ്ഷൻ ഉണ്ട്. ഞാനിപ്പം ട്രൂലി വയർലെസ് ഇയർബഡ്സ് കൊടുക്കുന്നു. നെക്സ്റ്റ് ഫോൺ നമ്പർ കൊടുക്കുക. സെലക്ട് യുവർ ഡിവൈസ്, അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആൻഡ്രോയിഡ് ആണോ, പിന്നെ പ്രോഡക്റ്റ് പ്രോബ്ലം, എന്താണ് പ്രോബ്ലം എന്ന് നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ദെൻ ആ കംപ്ലൈന്റിനെ കുറിച്ച് ചെറിയൊരു ഡിസ്ക്രിപ്ഷൻ കൊടുക്കുക. ദെൻ നെക്സ്റ്റ് കൊടുക്കുക. അടുത്ത് പർച്ചേസ് ഇൻഫോ എന്ന് പറഞ്ഞൊരു പേജാണ് ഓപ്പൺ ആയി വരുന്നത്. അതിൽ നമുക്ക് പർച്ചേസ് ഡേറ്റ്, അത് നമ്മുടെ ആ ഇൻവോയ്സിൽ തന്നെ ഉണ്ടാവും. അതിലുള്ള ഡേറ്റ് കൊടുക്കുക. പർച്ചേസ് ചെയ്ത ഡേറ്റ് കൊടുത്തതിന് ശേഷം അതിൽ തന്നെ നമുക്ക് പ്രോഡക്റ്റിന്റെ ഇമേജ് കൊടുക്കണം. അപ്പം പ്രോഡക്റ്റിന്റെ ഇമേജ് അപ്ലോഡ് ചെയ്യുക. അടുത്തായി പ്രോഡക്റ്റിന്റെ ഇൻവോയ്സ് നമ്മൾ അതിലോട്ട് അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട്. അതെല്ലാം ചെയ്ത ശേഷം വീണ്ടും നെക്സ്റ്റ് കൊടുക്കുക. അടുത്ത പേജിൽ നമ്മൾ അഡ്രസ്സാണ് കൊടുക്കേണ്ടത്. ഷിപ്പിംഗ് ആൻഡ് പിക്കപ്പ് അഡ്രസ്സ്, അതിൽ ക്ലിക്ക് ചെയ്ത ശേഷം നമ്മുടെ അഡ്രസ്സ് കൊടുക്കുക. പിന്നെ ലാൻഡ്മാർക്ക്, പിൻകോഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. പിന്നെ സ്റ്റേറ്റ്, സിറ്റി, ഇത്രയും ടൈപ്പ് ചെയ്ത ശേഷം സബ്മിറ്റ് കംപ്ലൈന്റ്. നമ്മൾ കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്ത ശേഷം ഇങ്ങനൊരു പേജ് വരും. അതായത് കംപ്ലൈന്റ് രജിസ്ട്രേഷൻ സക്സസ്ഫുൾ, പിന്നെ യുവർ കംപ്ലൈന്റ് ഈസ് സബ്മിറ്റഡ് സക്സസ്ഫുള്ളി ഫോർ ടിക്കറ്റ് ID ഈസ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു നമ്പർ വരും. എന്നിട്ട് അവരുടെ ട്രാക്ക് യുവർ കംപ്ലൈന്റ് സ്റ്റേറ്റസ് അറിയാനായിട്ട് അവിടെ തന്നെ സൈറ്റും കൊടുത്തിട്ടുണ്ട്. ആ സൈറ്റിൽ നമുക്ക് പോയ ശേഷം ഈ ടിക്കറ്റ് നമ്പർ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കംപ്ലൈന്റിന്റെ സ്റ്റാറ്റസ് അല്ലെങ്കിൽ അതിന്റെ സ്റ്റാറ്റസ് നമുക്ക് ട്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്.